ബന്ധം. ഈ ദ്വന്ദ്മാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. ഇതൊരു ദ്വന്ദ്മാണ്. അപ്പൊ ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും എല്ലാം ആ ദ്വന്ദ് ശില്പങ്ങളുണ്ട്, അല്ലെങ്കിൽ ദ്വന്ദ്വാതീതമായ കാര്യങ്ങളുണ്ട് എന്നാണ് ടീച്ചർ അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് ജ്ഞാനതൃഷ്ണയുള്ള അല്ലെങ്കിൽ കൗതുകങ്ങളുള്ള സംശയങ്ങളുള്ള ശിഷ്യന്മാരോട് അവരുടെ ജ്ഞാനതൃഷ്ണ അവസാനിപ്പിക്കാൻ ഗുരുക്കൾ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരങ്ങളാണ് ഉപനിഷത്തെന്നാണ് ഏറ്റവും ഭയങ്കരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്റെ ജ്ഞാനതൃഷ്ണ ശമിപ്പിക്കാൻ ഗുരു കൊടുക്കുന്ന ഉത്തരങ്ങളാണ് എല്ലാ ഉപനിഷത്തുകളും എന്നുള്ള മനോഹരമായ ഒരു പ്രയോഗം കൂടി അതിനകത്തുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ കുറിച്ചാണ് ടീച്ചർ അതിനകത്ത് സംസാരിക്കുന്നത്. എല്ലാത്തിനും ഒരു പൗരാണികമായ ഒരു കഥയുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് സന്തോഷം തോന്നിയ ഒരു ഭാഗം ആത്മവിശ്വാസത്തെയും അഹങ്കാരത്തെയും കുറിച്ച് പറയുന്നു. ആത്മവിശ്വാസവും അഹങ്കാരവും എന്നെ ഇടക്കാലത്ത് കുറേ പേര് ഭയങ്കര വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വളരെ നന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കർമ്മഫലത്തെ കുറിച്ച് പറയുന്നത് നമ്മളെപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് കർമ്മഫലം. അത് ദശരഥ മഹാരാജാവിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ആ കർമ്മഫലത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം നായാട്ടിന് പോയപ്പോൾ ഒരു മുനികുമാരനെ വേറെ ആനയാണ് എന്ന് കരുതി കൊല്ലുകയും അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ശവശരീരവും കൊണ്ട് ചെല്ലുകയും ചെയ്ത ഒരു കഥ പറഞ്ഞുകൊണ്ട് അവരുടെ ശാപവചസ്സുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെയുണ്ടല്ലോ രാമായണത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട് ദശരഥനെ കുറിച്ച്. അത് പിന്നീട് തന്റെ കർമ്മത്തിന്റെ ഫലമാണ്. തനിക്ക് തന്റെ മകനെ കാണാൻ പറ്റിയില്ല ശരിക്കും പറയുന്നത്. അതൊരു ടീച്ചർ പറയുന്നൊരു കാര്യം, ബാലിക്ക് കാണാൻ പറ്റി, ബാലി രാമഭക്തനായിരിക്കും, രാമനെ കാണാൻ പറ്റി, മരിക്കുന്ന സമയത്ത് രാമനെ കാണാൻ പറ്റി, പക്ഷെ ദശരഥന് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് കഥകൾ. നമ്മുടെ പുരാണം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഥകളുടെ മഹാസാഗരമാണ്. ആ കഥകളെ ജീവിതത്തിലെ നമ്മുടെ ഭാവങ്ങളുമായി കൂട്ടിയിരിക്കുകയാണ്. മനസാക്ഷിയെ പിന്തുടരുക, മനസാക്ഷിയെ പിന്തുടരുക പറയുന്നത്. വാക് ശുദ്ധി, വാക്ക് കൈവിട്ട് പോയ വാക്ക് കൈവിട്ട് പോയ ആയുധം പോലെയാണ് എന്നാണ്. നമുക്കറിയാം, നമ്മളെ വില്ലിൽ നിന്ന് കൊടുത്ത അമ്പ് ആളുകളുടെ മുറിവേൽപ്പി അല്ലെ, ശരീരത്തിൽ മുറിവേൽപ്പി. നാവിൽ നിന്ന് കൊടുത്ത വാക്കുകൾ ആളുകളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കും. അപ്പൊ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഒരു അന്ധനായ ഒരാളിരിക്കുമ്പോൾ വഴി ചോദിച്ചു പോയ 3 സംഘങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ അത് വളരെ രസകരമായി പറയുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചോദിക്കുന്നത്, ഓരോരുത്തരുടെ സ്വഭാവമാണ് വാക്കുകൾ. ഒരുത്തൻ ചോദിക്കുന്നത് എടാ പൊട്ടക്കണ്ണ ഈ വഴി ആരെങ്കിലും കടന്നുപോയെന്നാണ്. വേറൊരുത്തൻ വളരെ ഒന്നുകൂടി മോശമായിട്ട് സംസാരിക്കുന്നു. വേറൊരാൾ മനുഷ്യ ഈ ഇതിന്റെ മുന്നിലൂടെ അന്നിവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കടന്നുപോയോ എന്ന് കുറച്ചുകൂടി നല്ല ഭാഷയിൽ ചോദിക്കുകയാണ്. അപ്പൊ പലരും നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യുന്നത് വാക്കിലെ ശുദ്ധി, ആ വാക്ക് എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ്. ആഹാരത്തെ കുറിച്ച്, ആഹാരം ഏത് തരത്തിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച്, അഹിംസയെ കുറിച്ച്. അപ്പോ അഹിംസയെ കുറിച്ച് പറയുമ്പോൾ യേശുദേവനെ കുറിച്ചും അതുപോലെ മഹാത്മാഗാന്ധിയെ കുറിച്ചും 2 പേരെ കുറിച്ചും പറയുന്നത്. അപ്പൊ നോൺ വയലൻസ് എന്നുള്ള ഒരു ആശയം ഉണ്ടായത്, കരുണ, ക്ഷമിക്കാനുള്ള കഴിവ്, സഹനത്തെ കുറിച്ച് പറയുന്നുണ്ട്. സഹനത്തെ കുറിച്ച് പറയുന്നുണ്ട്. പഠിപ്പിക്കാത്തവരും ശിഷ്യന്മാരാണ്, ഗുരു പഠിപ്പിക്കാത്തവരും ശിഷ്യന്മാരാണ്. പുരാണത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ പഠിപ്പിച്ചവർക്കും പഠിപ്പിക്കാത്തവരുമായ ശിഷ്യഘടകൾക്ക് വേണ്ടി ഒരു ഗുരുനാഥൻ നൽകുന്ന സ്നേഹോപദാനമായിട്ടാണ് ഞാൻ വൃന്ദം പരീക്ഷ എന്നുള്ള ഈ പുസ്തകത്തെ കാണുന്നത്. അത് വളരെ സ്നേഹത്തോടെ, അഭിമാനത്തോടെ, നിറഞ്ഞ മനസ്സോടെ ഞാൻ എൻ്റെ സ്നേഹിതൻ കൂടിയായ ശ്രീ പ്രസാദന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. പിന്നെ ധാരാളം പുസ്തകം കാണാൻ പറയും, പക്ഷെ പുസ്തക പ്രകാശന സമയത്ത് പുസ്തകത്തെ കുറിച്ച് മുഴുവൻ പറഞ്ഞാൽ ആരും വായിക്കും. പുസ്തകം എല്ലാവരും വാങ്ങിക്കുകയും വേണം, വായിക്കുകയും വേണം. അതുകൂടി ശ്രദ്ധിക്കണം. ഞാൻ ഇത് എല്ലാ പരിപാടിയും ടീച്ചറുടെ മറുപടി പ്രസംഗം കഴിഞ്ഞിട്ട് പോകേണ്ട ഒരാളാണ്. പക്ഷെ സഹായിക്കാറില്ല. എനിക്ക് 6:30 കാസർഗോഡൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ 6:19 7 മണിക്കെങ്കിലും എത്തണം. അതിന് വേദിയിലിരിക്കുന്നവരും ടീച്ചർ ഉൾപ്പെടെ സദസ്സിൽ ഇരിക്കുന്നവരും അനുവാദം തരണം എന്നുകൂടി അവർ കൊണ്ട് എൻ്റെ വാർത്ത വെച്ചു.